നമുക്കൊരാളോട് ഇഷ്ടം തോന്നാൻ വലിയ സമയമൊന്നും വേണ്ട അല്ലേ? പക്ഷെ അയാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാനായിട്ട് ഏകദേശം 88 ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം എന്നാണ് പറയുന്നത്. മറക്കാൻ നമ്മൾ മറന്നു എന്ന് പറഞ്ഞാലും മറക്കാനായിട്ട് അത്രയും ദിവസം നമുക്ക് വേണം. അതുപോലെ തന്നെ പൊതുവേ പെൺകുട്ടികൾക്ക് കുക്കിംഗ് അറിയുന്ന ആൺകുട്ടികളോട് പ്രത്യേക താല്പര്യമുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്, ഒരു പ്രത്യേക ഇഷ്ടമാണ് അവർക്ക്. അതുപോലെ വേറൊരു കാര്യമാണ്, ആൺകുട്ടികളെ പോലെ തന്നെ ഡേർട്ടി ടോക്സ് സംസാരിക്കാനായിട്ട്, ഡേർട്ടി ടോക്കിങ്ങിൽ പെൺകുട്ടികൾക്കും താല്പര്യമുണ്ട്. ഇന്ന് കണ്ട ഒരാളുമായിട്ട് ഇന്ന് തന്നെ ചാടിക്കറി സംസാരിക്കുന്നതല്ല പറയുന്നത്, കുറച്ച് ടൈം എടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട്. ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ട്സ് ഉണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. കാര്യം, നമ്മളിപ്പോൾ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അയാൾ നമ്മളെ തന്നെ നോക്കുന്നതായിട്ട് നമുക്കൊരു ഫീൽ വരും, അല്ലെ? അയാൾ നമ്മളെ തന്നെ നോക്കുകയാണ്, നമ്മളെ വിലയിരുത്തുകയാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ബിക്കോസ് നമ്മൾ അയാളെ നോക്കിക്കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് മുഖം തിരിച്ചിരിക്കുക, അല്ലേ? അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യും, എന്താ ഇത് നമ്മൾ നോക്കുമ്പോൾ മാത്രം അയാൾ മുഖം തിരിക്കുന്നത്, അപ്പോൾ അയാൾ നമ്മളെ നോക്കിയിട്ടല്ലേ എന്നുള്ളൊരു കാര്യം നമുക്ക് ഫീൽ ചെയ്യും. ഇതറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അയാൾ നമ്മളെ നോക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ നമ്മൾ അയാളെ നോക്കുകയേ ചെയ്യണ്ട. കുറേ ടൈമിന്, അതായത് ഒരു 2-3 മിനിറ്റ് അയാളെ നോക്കാണ്ടിരിക്കുക. എന്നിട്ട് അയാളെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ കണ്ണ് നമ്മളിൽ ഉടക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് അയാളെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും, അയാൾ നമ്മളെ നോക്കുകയാണോ അല്ലയോ എന്നുള്ളത്. കാരണം നമ്മൾ നോക്കി കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അയാൾ നമ്മളടുത്ത് കണ്ണെടുക്കത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോഴാണ് നമ്മളിങ്ങനെ മുഖം മറയുന്നതും അല്ലെങ്കിൽ ഒളിക്കുന്നതും മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. കുറച്ച് ടൈം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അയാൾ നമ്മളെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ നമുക്കൊക്കെ ഇടയിൽ പെട്ടെന്ന് ഇമോഷൻ ആവുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും, അല്ലേ? പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, അങ്ങനത്തെ ഒക്കെ ഒത്തിരി വ്യക്തികളുണ്ടായിരിക്കും. പക്ഷേ ഇത്തരക്കാരെ നമ്മൾ പൊതുവെ പറയും, എന്തൊരു ഇതാണ് നീ, ഭയങ്കര സില്ലിയാണ്, പെട്ടെന്ന് ഫീൽ ആവുന്ന, അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ അവർക്കുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഗോൾസ്, അവരുടെ ഡ്രീംസ്, അവരുടെ നീഡ്സ് ഒക്കെ അവർക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് സൈക്കോളജി പ്രകാരം പറയുന്നത്. കാരണം അവർക്ക് എല്ലാത്തിനോടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ അവർ നേടിയെടുക്കാനായിട്ട് അതിനുവേണ്ടി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യും, ടൈം സ്പെൻഡ് ചെയ്യും, എഫേർട്ട് ഇടും. അതുകൊണ്ടാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നല്ല ഇമോഷൻസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ പെട്ടെന്ന് ഫീൽ ആവുന്ന ആൾക്കാർ നമ്മൾ അങ്ങനെ പുച്ഛിക്കേണ്ട, അവർ അത്യാവശ്യം അച്ചീവ് ചെയ്യുന്ന ആൾക്കാർ. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഓൺലൈനൊക്കെ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനുമായിട്ടൊക്കെ നമ്മൾ പലരുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് പേഴ്സണലി അറിയുന്ന വ്യക്തികളാണ്, അവരുടെ സൗണ്ട് നമുക്കറിയാം, നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, കസിൻസ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, നമ്മുടെ പാർട്ട്ണർ ആയിരിക്കും, ആരും ആയിക്കോട്ടെ. നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമ്മുടെ ഏറ്റവും അടുത്തൊരാളുമായിട്ട് നമ്മൾ അയാളുമായിട്ടുള്ള ചാറ്റ് വായിക്കുന്ന സമയത്ത് ആ ചാറ്റ് നമ്മൾ വായിക്കുമ്പോൾ അയാളുടെ വോയിസിൽ നമ്മൾക്കത് ഫീൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മളിത് പലപ്പോഴും ശ്രദ്ധിക്കാണ്ട് പോകുന്നൊരു കാര്യമാണ്. നമ്മളെപ്പോഴും ഡെയിലി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ചാറ്റ് വായിക്കുന്നതല്ലേ, പക്ഷെ നമ്മൾ പോലും അറിയുന്നില്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. അയാളുടെ വോയിസ് മോഡുലേഷനിൽ അല്ലെങ്കിൽ അയാളുടെ വോയിസിൽ നമുക്ക് ആ ഒരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ടുനടക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലേ? നമ്മളെപ്പോഴും എല്ലാവരും കണ്ടോളണം എന്നൊന്നുമില്ല, കോൾ ചെയ്യുന്നവരായിരിക്കും, ചാറ്റ് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യും, അല്ലേ? ഒരു 2 പേരോ 3 പേരോ 4 പേരോ 5 പേരോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ മീറ്റ് ചെയ്യും. അങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കോളജി പ്രകാരം പറയുന്നത്, നമുക്കൊരാൾക്ക് എല്ലാവരെയും ഒരുപോലെ കാണാനോ ഒരുപോലെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരുപോലെ എല്ലാവരുമായിട്ട് ഇടപെടാനോ പറ്റില്ല എന്നാണ്. സ്നേഹിക്കാൻ നമുക്ക് പറ്റും, ഇടപെടാൻ പറ്റില്ല, എല്ലാവരും ഒരുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ 2-3 അല്ലെങ്കിൽ 2 പേര്, ഒരു പെർട്ടിക്കുലർ 2 പേരിലൊക്കെ ആയിരിക്കും നമ്മുടെ കോൺസെൻട്രേഷൻ പോകത്തുള്ളൂ. അയാളുമായിട്ടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അയാളുമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ അടുത്ത് സംസാരിക്കുന്നത്, ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഏറ്റവും ഒരു ഫ്രണ്ട്ലി ഫീൽ അയാളുമായിട്ട്, ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് അവരിലായിരിക്കും ഉണ്ടാവുക എന്നാണ് സൈക്കോളജി പ്രകാരം പറയുന്നത്. എല്ലാവരുമായിട്ട് നമുക്ക് ഉണ്ടാവില്ല എന്ന്. നമ്മളൊക്കെ ഒരു ജോലിയിലിരിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മടുക്കും, അല്ലേ? എന്തൊരു ഭയങ്കര ബോറടി പരിപാടിയാണ്, ഡെയിലി ഒരേ കാര്യം എന്ന് നമ്മൾ പറയും, അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ഫീൽഡ് ഇതല്ല, നിന്റെ പാഷൻ ഇതല്ല, നിന്റെ സ്കില്ല് ഇതല്ല, നിന്റെ പാഷൻ തേടി നീ പോകണം, അപ്പോഴാണ് നിനക്ക് കറക്റ്റ് ബോറടിക്കാണ്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ. ഓൾമോസ്റ്റ് അത് ശരിയായിരിക്കാം. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, അത് അങ്ങനെയല്ലെന്നാണ് സൈക്കോളജിയിൽ പറയുന്നത്. കുറേ പഠനങ്ങളിലൂടെ തെളിഞ്ഞപ്പോൾ അങ്ങനെയല്ലെന്നാണ് പറയുന്നത്. നമ്മൾ ഏത് പാഷനുള്ള ജോലിയാണെന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, സെയിം കാര്യം ചെയ്തു കഴിഞ്ഞാൽ ബോറടിക്കും അത്ര. അത് ഇനി നമ്മൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഡിസിഷൻസോ, നമ്മൾ ജോലി റിസൈൻ ചെയ്തിട്ട് വേറൊരു ജോലിയിലേക്ക് പെട്ടെന്ന് കടക്കുക, നല്ല സാലറി ഉള്ള ജോലി ഉപേക്ഷിക്കുക, ബോറടിക്കുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഏത് പാഷനുള്ള ജോലി ചെയ്താലും നമുക്ക് ബോറടിക്കും എന്നാണ് സൈക്കോളജി പ്രകാരം പറയുന്നത്.
നമ്മൾക്ക് ഒരു 20s കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയസ്സ് ഒരു 20-21 വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നാവുന്ന നമ്മൾ ചെയ്യുന്ന പല പല അബദ്ധങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്ന ഒരു അബദ്ധമാണ് നമ്മൾ ആരെങ്കിലും പ്രണയിച്ചു കഴിഞ്ഞാൽ പ്രണയം അസ്ഥിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കല്യാണം കഴിക്കണം. പെട്ടെന്ന് നമ്മൾ ചാടി കയറി ഒരു തീരുമാനം എടുത്ത് കല്യാണം കഴിക്കാൻ നിൽക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ലൈഫ് നമ്മൾ ഇൻഡിവിജ്വലി ഹസ്ബൻഡ് ആയാലും വൈഫായാലും ഇൻഡിവിജ്വലി നമ്മൾ ഒന്ന് കാലം ഉറപ്പിച്ചിട്ട് നമ്മൾ സ്റ്റെബിലിറ്റി നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ ഒരു സ്റ്റെബിലിറ്റി വന്നതിന് ശേഷം മാത്രം നമ്മൾ കല്യാണം കഴിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്റർടൈൻ ചെയ്ത് അങ്ങ് നടക്കും അല്ലേ. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മുടെ പ്രായതല്ലേ, നമ്മൾ കളിച്ചിരിച്ച് നടക്കട്ടെ, സിനിമയ്ക്ക് പോട്ടെ, ഉള്ള സമയം ഫ്രണ്ട്സിന്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യട്ടെ, ഇതൊക്കെ ഇപ്പോഴല്ലേ നടക്കുള്ളൂ, കുറെ കഴിഞ്ഞാൽ നടക്കില്ലല്ലോ എന്നുള്ളത് ഭയങ്കര അബദ്ധമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മളെ ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്ന ഒരു ടൈം പീരീഡാണ് 20s ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം ഏറ്റവും കൂടുതൽ അറിവ് നേടാനും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനും എഫേർട്ട് ഇടാനും ജോലിയിലൂടെ കുറെ കാര്യങ്ങൾ സമ്പാദിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള സമയമാണ് 20s ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആ സമയം നമ്മൾ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ 30s നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കരിയറിലായാലും ഫാമിലി ലൈഫിലായാലും നമ്മൾ പക്ക ഫ്ലോപ്പ് ആയി പോകും. സോ എപ്പോഴും 20s കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ബാലൻസിങ് നമ്മൾ വരുത്തണം. എന്റർടൈൻ കാര്യമായാലും ഫ്രണ്ട്സിന്റെ കാര്യമായാലും കരിയർ ആയാലും ഫാമിലി ആയാലും ഒക്കെ ഒരു ബാലൻസിങ്ങിലൂടെ കൊണ്ടുപോവുക. നിങ്ങൾക്ക് ആ ടൈമിലാണ് ഏറ്റവും ഹെൽത്ത് ഉള്ളത്, ആ ടൈമിലാണ് നിങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു സമയമാണ്, എനർജറ്റിക് ആയിട്ടിരിക്കുന്ന സമയമാണ്. അത് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഒരിക്കലും സമയമുണ്ടല്ലോ, നാളെ ആവട്ടെ, ഇനിയും ഉണ്ടല്ലോ, ഞാൻ ഇപ്പോൾ ഈ പ്രായത്തിലായിട്ടുള്ളൂ, ഇനിയും എത്ര കിടക്കണോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ ടൈം പീരീഡ്, നമ്മുടെ ലൈഫിന്റെ പീരീഡ് വളരെ ഷോർട്ടാണ്. എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കും. അതിനുള്ളിൽ ഒന്ന് സെറ്റ് ആവാൻ നോക്കുക. ഓക്കെ, അതുപോലെ നമ്മൾ വേറെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മൾ മുതിർന്നവരുടെ അഭിപ്രായങ്ങളൊന്നും 20s ഒന്നും കഴിഞ്ഞവർ അത്ര ടീനേജേഴ്സ് പ്രത്യേകിച്ചും കേൾക്കില്ല അല്ലേ. അവർ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അത്ര ഒന്നും അറിവ് നിങ്ങൾക്കില്ലല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലോകത്തൊന്നുമല്ല നിങ്ങൾ വളർന്നിട്ടുള്ളത്, ഞങ്ങൾ പറയുന്ന പോലെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല എന്നൊക്കെ നമ്മൾ പാരൻസിനോട് മുതിർന്നവരോടൊക്കെ പറയുന്നൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെപ്പോഴും പഴഞ്ചൊല്ലികളൊക്കെ കേട്ടിട്ടില്ലേ, നിങ്ങളെക്കാൾ ഒരു ഓണം കൂടുതലുണ്ട് അല്ലെങ്കിൽ കുറേ ഓണം കൂടുതലുണ്ടുള്ള പരിചയം എനിക്കുണ്ടെന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളെക്കാൾ വളരെയധികം ലൈഫിലൂടെ ഒത്തിരി സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണ് മുതിർന്ന വ്യക്തികൾ. അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ നിൽക്കരുത്. നിങ്ങളെക്കാൾ ജീവിതാനുഭവങ്ങളും പാഠങ്ങളും അവർക്കുണ്ടായിരിക്കും. ഒത്തിരി സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് അവർ. അത് അവരുടെ ഒരു ഏജ് ആകുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക. സോ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. പിന്നെ വേറൊരു അബദ്ധം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. എനിക്ക് അത്യാവശ്യത്തിനുള്ള നോളജൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എന്തിനാ പഠിക്കുന്നത്, ഇനിയിപ്പോൾ എന്തിനാ ഞാൻ കുറേ അറിവുണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അധികം പഠിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും നിൽക്കില്ല. വെറും അബദ്ധമാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടാവുന്ന മാക്സിമം അറിവുകൾ നമ്മൾ ശേഖരിച്ച് വെക്കുക. നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുക എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം തികഞ്ഞവരാരുമില്ല. നിങ്ങൾക്ക് ഫുള്ളി നോളജ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അറിവ് നേടാൻ പറ്റുന്ന അത്രത്തോളം അറിവുകൾ നേടാനായിട്ട് നോക്കുക. അതുപോലെ ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ധാരണ നമ്മളെല്ലായിടത്തും പറയുന്നുണ്ട്, നീ പറഞ്ഞോ ഞാൻ ഒരിക്കലും മറക്കില്ല ഈ വിഷയങ്ങളൊന്നും, ഞാൻ ജീവിതാവസാനം വരെ ഈ കാര്യങ്ങളൊന്നും ഞാൻ മറക്കില്ല, എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡിൽ കയറി കഴിഞ്ഞാൽ, അത് അറിവോ എന്തെങ്കിലും ഇൻസിഡൻറ്റോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ഫുള്ളി ഓർമ്മ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് നമുക്ക് 93 ദിവസം വരെ നിൽക്കത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ആ കാര്യം മറന്നു പോകും. മെല്ലെ 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 എല്ലാ ഇൻസിഡൻസും മെല്ലെ മെല്ലെ നമ്മുടെ ബ്രെയിനിൽ നിന്ന് പൊക്കോണ്ടേ ഇരിക്കും. നമുക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, മേ ബി ബ്രെയിനിലുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് ഓർത്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ മറന്നു പോകുന്ന പറയുന്നത്, മേ ബി 93 ദിവസത്തിനുള്ളിൽ തന്നെ മറന്നു പോകുന്നവരുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ എല്ലാ കാര്യം ഓർത്തിരിക്കുന്നത് നിങ്ങൾ ശാഠ്യം പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ട്സ് ആണ് പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.